പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്തെങ്കിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കുക. ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുശ്രൂഷകാലത്ത് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ആ വിശ്വാസത്തിൻ്റെ തികവിൽ ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. അതിനായി കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒരത്ഭുതം ഇന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗമാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂതഗ്രസ്തനായ ഒരു ബാലന് സൗഖ്യം നൽകുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ വേദഭാഗത്ത് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവിന് വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: അവൻ ശിഷ്യന്മാരുടെ അടുക്കെ വന്നാറേ വലിയൊരു പുരുഷാരം അവനെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്നു അവനെ വന്ദിച്ചു. അവനോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിന് ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവനോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ഒരു ഭൂതഗ്രസ്തനായ ഒരു മകനെ കൊണ്ടുവന്നിട്ട് യേശു അവിടെ ഇല്ലാത്തത് കൊണ്ട് അവന് സൗഖ്യം ലഭിക്കേണ്ടതിന് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ കൊണ്ടുവരികയാണ്. അവർക്കതിന് സാധിച്ചില്ല. അവസാനം ജനസമൂഹം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന വലിയൊരു പുരുഷാരം ശാസ്ത്രിമാരുമായിട്ട് തർക്കിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന കർത്താവായ യേശുക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുമായിട്ട് തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ പുരുഷാരത്തിൽ നിന്ന് ഒരു വ്യക്തി യേശുവിനോട് പറയാണ്, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമനായ ഒരു ആത്മാവ് ബാധിച്ച ഒരു ബാലൻ. ഇവിടെ ആ ബാലനെക്കുറിച്ച്, അവൻ്റെ രോഗാവസ്ഥയെ കർത്താവിൻ്റെ അരികിൽ പറയുകയാണ്. ഈ ആത്മാവ് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. അതായത് ഈ ആത്മാവ് അവനിൽ പ്രവേശിച്ചാൽ ഉടനെ അവൻ ബോധം കെട്ട് വീഴും. അതുമാത്രമല്ല, അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. സാധാരണ നമ്മൾ പറയാറുള്ള രോഗമാണ് ഫിക്സ് രോഗം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു വചനം പറയുന്നുണ്ട്, ചന്ദ്രരോഗം പിടിവിട്ട് അല്ലെങ്കിൽ അപസ്മാരം പിടിവിട്ട് ഫിക്സ് എന്ന രോഗത്തിനടിമയായി യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബാലനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് ഒരു രോഗമല്ല, ഒരു രോഗാത്മാവാണ് എന്ന് ഇവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും പിശാചിൻ്റെ ആധിപത്യമായിരിക്കണമെന്നില്ല, എന്നാൽ ചില രോഗങ്ങൾ പൈശാചിക ബന്ധനമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ അരികിൽ വന്ന മിക്കവാറും പല മാനസിക രോഗികൾക്കും യേശു സൗഖ്യം നൽകിയത് അവരുള്ള ഭൂതത്തെ പുറത്താക്കി ആ നിമിഷം അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു. ഇവിടെ ഈ രോഗാത്മാവിൽ ബന്ധിക്കപ്പെട്ട ഒരു ഊമനായ ആത്മാവ് ബാധിച്ച ഒരു ബാലനെയാണ് യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആത്മാവിൽ കയറി കൂടിയാൽ പിന്നെ ഇവനിൽ കാണുന്ന അപസ്മാര രോഗത്തിൻ്റെ പ്രതീതിയാണ്. അതുമാത്രമല്ല, അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. ഈ ആത്മാവ് അവനിൽ കയറിയാൽ പിന്നെ അവൻ ബോധം കെട്ട് വീഴുക. പിന്നെ അവൻ കാണിക്കുന്ന സ്വഭാവം മാനുഷികമല്ല, പൈശാചികമായ ചില പ്രവൃത്തികളാണ് ഈ ബാലനിൽ വെളിപ്പെടുന്നത്. എന്നാൽ ഇവനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ കൊണ്ടുവന്നു. വചനം പറയുകയാണ്, ഞാൻ
ഇതിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറയുക. ഈ ഭൂതം ബാധിച്ച ഈ രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിക്കാനാണ് ശിഷ്യന്മാരുടെ ഇടയിൽ കൊണ്ടുവന്നത്. എന്നാൽ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇത് കേട്ട കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, യേശു അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം നിങ്ങളെ ഞാൻ പൊറുക്കും, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ രോഗിക്ക് സൗഖ്യം നൽകാത്തതിൻ്റെ കാരണം യേശു ക്രിസ്തു വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അവിശ്വാസമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങൾ കൂടിയിരിക്കും. അപ്പോൾ ഇവരുടെ അവിശ്വാസമാണ്, വിശ്വാസമില്ലായ്മയാണ് അവർക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ട് യേശു അവർ വിളിക്കുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അപ്പോൾ അവരുടെ അവിശ്വാസമാണ് അവർക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവർ അങ്ങനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ച് അവൻ നിലത്ത് വീണ് ഞുരച്ചുരുണ്ടു. ഇവനുള്ള പിശാച് അവനെ വീണ്ടും യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന ഉടനെ അവനെ തള്ളി താഴെയിട്ടു. ആത്മാവ് ബാധിച്ച ഇവൻ ബോധം കെട്ട് നിലത്ത് കിടന്ന് എഴയാൻ തുടങ്ങി. അവൻ്റെ വായിൽ നിന്ന് ഞൊറയും പതയൊക്കെ വരാൻ തുടങ്ങി. യേശു ചോദിക്കുകയാണ്, ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി? അവൻ്റെ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പന് ഉത്തരം പറയുകയാണ്, ചെറുപ്പം മുതലേ പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു പൈശാചിക പീഡ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ കഥാവചനം പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, ഈ മകൻ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചെറുപ്പം മുതലേ ഇവനെ ഈ പിശാച് മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുക. അവനൊരു രോഗിയായി, ജീവിതകാലം മുഴുവൻ ഒരു രോഗിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായി മാറുക. അതുമാത്രമല്ല, ചെറുപ്പം മുതലേ ഈ കുഞ്ഞിനെ അനുഭവിക്കുന്ന ഈ ശാരീരികമായ പീഡ ഇവൻ്റെ മാതാപിതാക്കൾ എന്തുമാത്രം ത്യാഗവും കഷ്ടത അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്ക് ഒരുപക്ഷെ ചികിത്സിച്ചിട്ടുണ്ടായിരിക്കാം, മരുന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കാം, ഓരോ മാറി ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ടുണ്ടായിരിക്കാം. അവസാനം നിരാശയോടെ ഈ മകനെയും കൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നിരിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അവർക്കും സാധിക്കുന്നില്ല. അവസാനം യേശുവിൻ്റെ അരികിൽ വളരെ പ്രതീക്ഷയോടെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിരിക്കുക. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, ചെറുപ്പം മുതലേ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയിൽ പിശാച് കടന്നു വന്നാൽ പിശാചിന്റെ ലക്ഷ്യം അവനെ നശിപ്പിക്കുക, കൊല്ലുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് ഈ ബാലനെ. ഒരു വ്യക്തിയിൽ പിശാച് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള പിശാചിന്റെ ലക്ഷ്യം ഇവനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇവനെ തീയിലേക്ക്, വെള്ളത്തിലേക്ക് തള്ളിയിടുക, കൊല്ലുക. പിശാചിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആ വ്യക്തിക്ക് ഒരു തോന്നാബുദ്ധിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഒറ്റ ബുദ്ധിക്ക് അങ്ങനെ ചെയ്തു. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് ഒരു തോന്നാബുദ്ധിക്ക്, ഒരു ഒറ്റ ബുദ്ധിക്ക് ചെയ്യുന്നതല്ല. ഒരു മനുഷ്യനിൽ പിശാച് ആധിപത്യം എടുക്കുമ്പോഴാണ് ആ വ്യക്തി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മഹത്യയെക്കുറിച്ച് ശ്രമിക്കുകയും അതിന് ചിന്തിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാൻ സാധിക്കും, ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കാരണം പൈശാചിക ബന്ധനമാണ്, പിശാചിന്റെ ആധിപത്യമാണെന്നൊരു വ്യക്തമായ തെളിവുണ്ട്. യൂദാസ് ആത്മഹത്യ ചെയ്യാൻ കാരണം പിശാച് അവനിൽ കയറി. അപ്പക്കഷ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന വചനം പറയുന്നത്. അവൻ കെട്ടിത്തൂക്കി ചത്തു. ഗദർ ദേശത്തെ ഭൂതഗ്രസ്തൻ നിന്ന് പിശാച് യേശുവിനെ പുറത്താക്കിയപ്പോൾ പിശാചുക്കൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ പാതാളത്തിലേക്ക് വിടാൻ, ഞങ്ങളെ പന്നിയിലേക്ക് വിടാൻ പറയും. ഏറിയൊന്ന് അപേക്ഷിക്കുക, നിലവിളിക്കുക. അവസാനം കർത്താവ് അനുവദിച്ചു. ഈ ലഗിയോൻ ബാധിച്ച വ്യക്തിനുണ്ടായിരുന്ന ദുർഭൂതങ്ങൾ 2000-ഓളം പന്നിയിലേക്ക് എന്ന് കയറിയപ്പോൾ ഈ പന്നികൾ കടലിൽ ചാടി ചത്തു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കാരണം പിശാചിന്റെ ആധിപത്യമാണെന്നതിന് 2 തെളിവുകൾ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തി. ഇവിടെയും നമുക്കത് തന്നെ കാണാൻ സാധിക്കും. ചെറുപ്പം മുതലേ ഈ പിശാച് ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് ഇവനെ കൊല്ലുവാൻ, അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു.
അപ്പോൾ ഒരു വ്യക്തിയിൽ പിശാച് കയറി കൂടിയാൽ അവനെ കൊല്ലുക, നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, കള്ളൻ വരുന്നത്, പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അപ്പോൾ ചില വ്യക്തിയിൽ ആത്മഹത്യ പ്രേരണ ഉണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ പിശാചിൻ്റെ ആധിപത്യമാണെന്ന് തിരിച്ചറിയണം. ഇവരെ നശിപ്പിക്കേണ്ടതിന്, വെള്ളത്തിലും തീയിലിട്ട് നശിപ്പിക്കേണ്ടതിന് പിശാച് പല പ്രാവശ്യം ശ്രമിച്ചു. എന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സിലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുവിനോട് പറയുക. ഇവൻ്റെ ഉള്ളിലൊരു നിരാശയിൽ നിന്ന് ഈ പിതാവ് പറയാണ്, നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുക. കാരണം ഒത്തിരി വൈദ്യന്മാരുടെ അരികിൽ ഒത്തിരി മരുന്ന് കഴിച്ച് പലരും ശ്രമിച്ചിട്ടും നടക്കാതെ അവസാനം ശിഷ്യന്മാരുടെ അരികിൽ വന്ന് അതും നടന്നില്ല. അവസാനം യേശുവിൻ്റെ അരികിൽ വന്നിട്ട് അവനോട് പറയുകയാണ്, കർത്താവേ നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശുവിനോട് മറുപടി പറയുകയാണ്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് യേശു ക്രിസ്തു മറുപടി പറയുക. ഇവിടെ യേശു ചോദിക്കും, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതായത് ശിഷ്യന്മാർക്ക് സാധിക്കാതിരുന്നത് അവരുടെ അവിശ്വാസ നിമിത്തമാണ് നമ്മൾ ആദ്യം കണ്ടു. എന്നാൽ യേശു പറയുകയാണ്, വിശ്വസിക്കുന്നുവെങ്കിൽ സകലതും സാധ്യമാണ് എന്ന് യേശു ക്രിസ്തുവിടെ പഠിപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഉടനെ ബാലൻ്റെ അപ്പൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് മറുപടി പറയുക. ഇവിടെ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഈ പിതാവ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ പ്രതി അവിടുന്ന് സഹായിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഈ പിതാവ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. ഈ പിതാവിൻ്റെ വിശ്വാസം കണ്ടിട്ട്, ആ വിശ്വാസം പരിശോധിച്ചിട്ട് യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും, ഇനി ഇവരിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വ്യക്തിയിൽ വെളിപ്പെട്ട പിശാചിനോട് യേശു സംസാരിക്കുക, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും, ഇനി ഇവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ചിട്ട് പുറപ്പെട്ടു പോയി. പല മരുന്ന് കഴിച്ചിട്ടും പല ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും വൈദ്യന്മാരാൽ ചികിത്സിക്കപ്പെട്ടിട്ടും രോഗസൗഖ്യം കിട്ടാതെ അവസാനം യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിനെ കാണാതെ യേശുവിൻ്റെ ശിഷ്യന്മാരെ കണ്ടിട്ട് അവർക്ക് പോലും സൗഖ്യം ലഭിക്കാൻ കഴിയാതിരുന്ന ആ രോഗത്തിൻ്റെ കാരണമായ രോഗാത്മാവിൽ നിന്ന് യേശു പൂർണ്ണ സൗഖ്യം അവിടെ നൽകിയാണ്. ഈ മകന് സൗഖ്യം ലഭിക്കാൻ കാരണം അവൻ്റെ അപ്പൻ്റെ വിശ്വാസമാണ്. അവൻ്റെ അപ്പൻ പറഞ്ഞു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്നവൻ നിലവിളിച്ചുകൊണ്ട് പറയുക. ആ അപ്പൻ്റെ വിശ്വാസം കണ്ടിട്ട് മകനോട് ദൈവം കരുണ തോന്നി. ആ ഊമനും ചെകിടനുമായ ആത്മാവിനെ യേശു ശാസിക്കുക. അപ്പോൾ തന്നെ ഈ ആത്മാവ് അവനെ നിലവിളിച്ചുകൊണ്ട് അവനെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. അവൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റു. യേശു അവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യം നൽകി എഴുന്നേൽപ്പിച്ചു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, പിശാചിൻ്റെ ആധിപത്യമുള്ള ഏതെങ്കിലും രോഗം സൗഖ്യം കിട്ടാൻ വേണ്ടി മരുന്ന് കഴിച്ചാലോ ചികിത്സിച്ചാലോ സൗഖ്യം കിട്ടണമെന്നില്ല. പൈശാചിക ഉപദ്രവം മൂലമുള്ള രോഗം മാറാൻ ഒരൊറ്റ വഴിയുള്ളൂ, പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കണം. അത് യേശു ചെയ്തൊരു പ്രവൃത്തിയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും, വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു മറുപടി പറയുകയാണ്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പിശാച്
ഒരിക്കലും പുറപ്പെട്ടു പോകില്ല എന്ന് അവരോട് മറുപടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാലാണ് നമ്മിലുള്ള പിശാചിനെ യേശു ബഹിഷ്കരിക്കുന്നത്, പുറത്താക്കുന്നത്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിന് ആധിപത്യമുണ്ടെങ്കിൽ ആ പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിപ്പാനായിട്ട് നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുകയില്ല. നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമ്മുടെ മേൽ ആധിപത്യമെടുക്കുന്ന പിശാചിൻ്റെ ആധിപത്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ മേൽ പിശാചിൻ്റെ ആധിപത്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 വാതിലിലൂടെയാണ് പിശാച് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറിക്കൂടുന്നത്. ഒന്നാമത്തെ വാതിൽ പാപം. പാപത്തിൻ്റെ പിന്നിൽ ഒരു പാപ അരൂപിയുണ്ട്. ഏതൊരു പാപത്തിലൂടെയും പാപ അരൂപി നമ്മുടെ മേൽ ആധിപത്യമെടുക്കാം. ഹോശേപ്രവാന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം. അപ്പോസ്തലപ്രവൃത്തിയിൽ പറയുന്ന അനുസരണക്കേടിൻ്റെ ദുരാത്മാവ്. വീണ്ടും പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയിൽ നിന്ന് മഗ്ദലക്കാരി മറിയയിൽ നിന്ന് യേശു 7 ദുർബോധത്തെ പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ഒരു പാപത്തിലൂടെ ആ വ്യക്തിയുടെ മേൽ പാപ അരൂപി ആധിപത്യമെടുക്കാം. ഒരു മനുഷ്യനിലേക്ക് പിശാചിന് കടന്നു വരാനുള്ള ഒരു വഴിയാണ്, ഒരു റൂട്ടാണ് പാപം. രണ്ടാമത്തെ വഴിയാണ് വെറുപ്പ്. അതായത് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് പൈശാചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമാണ് സ്നേഹമെങ്കിൽ അശുദ്ധാത്മാവിൻ്റെ ദുരാത്മാവിൻ്റെ ഫലമാണ് വെറുപ്പ്. ഒരു മനുഷ്യനിലേക്ക് പിശാചിന് കടന്നു വരാൻ രണ്ടാമത്തെ വഴിയാണ് വെറുപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപത്തിലൂടെ വെറുപ്പിലൂടെ നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുധമാണ് പ്രാർത്ഥനയും ഉപവാസവും. ഈ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ നാം യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കുവാൻ, ബഹിഷ്കരിക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. അതിന് നാം നമ്മുടെ ഹൃദയത്തിൽ ദൈവം പരിശോധിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. ഈ ഭൂതഗ്രസ്തനായ ബാലനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ കൊണ്ടുവന്നിട്ട് അവർക്കത് പുറത്താക്കാൻ സാധിക്കാത്തത് എന്താണെന്ന് യേശു ആ നിമിഷം പറയുന്നുണ്ട്. അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടിയിരിക്കും. എന്നാൽ യേശു ഈ ബാലൻ്റെ പിതാവിനോട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. ആ പിതാവ് പറയുകയാണ്, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ പ്രതി അവിടെ എന്നെ സഹായിക്കണമേ. ആ പിതാവിൻ്റെ വിശ്വാസത്തെ പ്രതി യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുക, അവനുള്ള ഭൂതത്തെ യേശു പുറത്താക്കിയ. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുവാൻ ദൈവവചനമനുസരിച്ച് പ്രാർത്ഥനയാലും ഉപവാസത്താലും വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നമ്മിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ പുറത്താക്കുവാൻ യേശു നമുക്ക് അധികാരം നൽകിയിരിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പൈശാചിക ശക്തികളെ പുറത്താക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. എങ്ങനെ? എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയും ചവിട്ടുവാൻ നമുക്ക് അധികാരം നൽകുന്ന ദൈവം എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന് കൽപ്പിക്കുകയാണ്. റോമലേഖനം 16-ാം അധ്യായം അതിൻ്റെ 19-20 വാക്കിൽ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ പിശാചിനെ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർത്തു കളയും. നമ്മുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ തകർക്കുവാൻ, ചവിട്ടി മെതിക്കുവാൻ, നിർവീര്യമാക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക. ഇവിടെ ഭൂതഗ്രസ്തനായ ഈ ബാലന് അവൻ്റെ രോഗത്തിൻ്റെ കാരണം അവൻ്റെ ഭൂതോപദ്രവമായിരുന്നു. ആ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ യേശു ചെയ്ത പ്രവൃത്തി, അവനുള്ള ഭൂതത്തെ, ഊമനും ചെകിടനുമായ ആത്മാവായിരിക്കുന്ന ഈ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവൻ രോഗസൗഖ്യം ലഭിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ ശാരീരികമായ മാനസികമായ രോഗത്തിൻ്റെ മൂലകാരണം അത് പാപത്തിലൂടെ വെറുപ്പിലൂടെ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനമാണെങ്കിൽ ആ പാപത്തെ വെറുത്തുപേക്ഷിച്ച് വെറുപ്പുള്ളവരോട് ക്ഷമിക്കേണ്ടവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് സ്നേഹിച്ച് നമ്മുടെ മേൽ ആധിപത്യമെടുക്കുവാൻ കാരണമായ
എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ദൈവവചനമനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അതിനെ ജയിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം നൽകിയിരിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ രോഗത്തിൻ്റെ അതിൻ്റെ മൂലകാരണം പൈശാചിക ബന്ധനമാണെങ്കിൽ, പിശാചിൻ്റെ ആധിപത്യമാണെങ്കിൽ അതിൻ്റെ മേൽ നമുക്ക് ജയമുണ്ടെന്ന് നാം വിശ്വസിക്കണം. നമുക്കതിൻ്റെ മേൽ ജയിക്കുവാൻ, അതിനെ തകർക്കുവാൻ, പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയാലും ഉപവാസത്താലും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിൻ്റെ യോഗ്യതയാൽ, തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ, കുരിശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ, ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും മേലെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തിയുടെ മേൽ നമുക്ക് ജയമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് വാഴ്ചകളെയും അധികാരവർഗത്തെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് യേശുവിൻ്റെ തിരുമുറിവിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ മേൽ, പൈശാചിക ശക്തിയുടെ മേൽ വിജയമുണ്ടെന്നുള്ള വലിയ ഉറപ്പോടെ, ധൈര്യത്തോടെ നമുക്ക് യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയം പ്രാപിക്കാം. എത്ര വലിയ ശാപത്തിൻ്റെ ബന്ധനത്തിലാണോ, എത്ര വലിയ പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിലാണോ, ആ അവസ്ഥ യേശുവിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. ബാർക്കുമോർ. ഞങ്ങൾ അത്യന്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ ഞങ്ങൾ ചെയ്തുപോയി പാപത്തിൻ്റെ, വെറുപ്പിൻ്റെ ബന്ധനത്തിലൂടെ, ഞങ്ങൾ ഏതെങ്കിലും രോഗത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ, പിശാചിൻ്റെ ഏതെങ്കിലും ആധിപത്യത്തിൻ്റെ കീഴിലാണെങ്കിൽ, പിശാചിൻ്റെ ആധിപത്യം മൂലം ഏതെങ്കിലും രോഗത്തിൻ്റെ ബന്ധനത്തിലാണെങ്കിൽ അതിൻ്റെ മേൽ ജയം നൽകുവാൻ കർത്താവായ യേശുവേ, അവിടെ നിന്നും ജീവിക്കുന്ന മതിയായ ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ. ഭൂതഗ്രസ്തനായ ബാലന് സൗഖ്യം നൽകിയ യേശുവേ, അവിടെ നിന്നും ജീവിക്കുന്ന, ഇന്നും സൗഖ്യം നൽകുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഈ ശബ്ദപരിധിയിൽ പൈശാചിക ബന്ധനം മൂലം രോഗികളായി, ശാരീരികമായി മാനസികമായ രോഗബന്ധനത്തിനായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനമയച്ച് അവിടെ നിന്ന് സൗഖ്യം നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിവിൻ്റെ യോഗ്യതയാൽ, തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ, കുരിശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ, ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും മേലെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിന് യോഗ്യമായ രീതിയിൽ അവിടുന്ന് ജയം നൽകണം, സൗഖ്യവും വിടുതൽ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ആധിപത്യങ്ങളെ യേശുവിൻ്റെ തിരുമുറിൽ ബന്ധിക്കുമാറാകണമേ. യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യവും വിടുതൽ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്വരം കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായി രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകി, വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യമായ രോഗങ്ങളെ, പൈശാചിക ബന്ധനത്തിലൂടെ കടന്നു വന്ന രോഗങ്ങളെ, പാപ സ്വാധീനത്തോടെ കടന്നു വന്ന രോഗങ്ങളെ, വെറുപ്പിലൂടെ കടന്നു വന്നിരിക്കുന്ന നല്ല രോഗപീഠകളെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുമുറിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോയി എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹത്വം, അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.